Welcome to Cloud Designs. I am Jebin Shafi. In the casual sarees collections, daily use church wear use sarees off-white collections colors sarees. Pure cotton fabric sarees. Fabric website available clouddesigns.com and the website all sarees online purchase. If doubt WhatsApp contact video. In casual wear sarees, first collections are white, off-white collections are fabric pure cotton. There is starch sarees starch use this is contrast woven pattern patchwork pattern border dark maroon, reddish maroon and black. There is a running stitch border. This patchwork pattern double side border same border two side thread work machine embroidery computerized machine embroidery saree body this is a leaf pattern embroidery work full saree entire saree same pattern we pleats in area full area upper and lower all thread woven pattern saree mundani running pallu that's saree mundani full thread embroidery vanittu patchwork border pallu blouse material then saree blouse white with border blouse saree. Pure cotton saree. Next saree same pattern patchwork black and red. That's two side combination border body work difference this saree work floral pattern work leaf designs floral pattern this sarees are starch formula sarees wash starch entire saree same black and white combination body red and black combination border running mundani saree pallu blouse white white with border blouse saree available then blouse saree അടുത്ത സാരിയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് പാറ്റേൺ സെയിം തന്നെയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള പാച്ച് ബോർഡർ ആണ് രണ്ട് സൈഡിലും വരുന്നത് അത് കൂടാതെ ബോഡി ഫുൾ ഒരു ബ്ലാക്ക് ത്രെഡ് എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത് ഇതിൽ ഫ്ലോറൽ വർക്ക് തന്നെയാണ് വരുന്നത് ഡിസൈനിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വരും ഈ സാരിയിൽ വർക്ക് ഇങ്ങനെ വരും ബോർഡർ ഇതാ വരുന്നത് ഒരു റണ്ണിങ് സ്റ്റിച്ച് വരുന്നുണ്ട് റെഡിൽ ഒരു ബ്ലാക്ക് റണ്ണിങ് സ്റ്റിച്ചും രണ്ട് സൈഡിലും ബ്ലാക്ക് ബീഡിങ്ങും ആണ് ബോർഡർ ആയിട്ട് വരുന്നത് റണ്ണിങ് പല്ലു ആണ് സാരിക്ക് വരുന്നത് ഇതാണ് മുന്താണി ബ്ലൗസ് വരുന്നത് വൈറ്റിൽ വിത്ത് ബോർഡർ ആയിട്ട് ബ്ലൗസ് ആയിരിക്കും എല്ലാ സാരീസിനും വരുന്നത് കേട്ടോ അടുത്ത കോട്ടൺ സാരിയുടെ കോമ്പിനേഷൻ വരുന്നതും സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതിന് ഫ്ലോറൽ ഡിസൈനിൽ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ എല്ലാം വളരെ മൈന്യൂട്ട് ഡിഫറൻസ് ആണ് ഓരോ സാരിയും തമ്മിൽ കേട്ടോ ത്രെഡ് വർക്കിൽ ഇന്നലെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഇതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് അതിലും പാച്ച് വർക്ക് ബോർഡറാണ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഫ്ലോറൽ വർക്ക് ഇങ്ങനെ വരും ഫുൾ സാരി സെയിം ത്രെഡ് വുവൺ പാറ്റേണിലാണ് വരുന്നത് ഇങ്ങനെ വരും മുന്താണി റണ്ണിങ് പല്ലുവാണ് വരുന്നത് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ് വിത്ത് ബോർഡർ ആയിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ബോർഡറുള്ള ബ്ലൗസാണ് സാരിക്ക് വരുന്നത് വൈറ്റ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് നെക്സ്റ്റ് സാരി വരുന്നത് ഇതിൽ ആപ്ലിക് വർക്കാണ് സാരിയിൽ വരുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് ഡീപ്പ് നേവി ബ്ലൂ അജ്രക് ഡിസൈനിലുള്ള ആപ്ലിക് വർക്കാണ് രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നത് മിഡിൽ പോർഷൻ സാരിയുടെ പ്ലെയിൻ ആയിരിക്കും വരിക രണ്ട് സൈഡിലും ഒരു സ്ക്വയർ പാറ്റേണിലെ ആപ്ലിക് വർക്കാണ് വരുന്നത് അജ്രക് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സാരിയുടെ റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും ആപ്ലിക് വർക്ക് കൂടാതെ ഒരു ബീഡിങ് കൂടി വരുന്നുണ്ട് അജ്രകിൻ്റെ തന്നെ ഒരു ബീഡിങ് വരുന്നുണ്ട് ഒരു 1/2 ഇഞ്ചിലുള്ള മുന്താണി ഇങ്ങനെ വരും സെയിം പാറ്റേണിൽ തന്നെയാണ് പല്ലു വരുന്നത് ഇതിന് ബ്ലൗസ് വരുന്നത് സെയിം ഈ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന അതേ മെറ്റീരിയലിലാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് നെക്സ്റ്റ് സാരി വരുന്നതും പ്യുവർ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കളർ ബ്ലാക്ക് വിത്ത് റെഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് ഇതെല്ലാം ഒരു സ്റ്റാർച്ച് ഫോമിലായിരിക്കും കേട്ടോ സാരീസ് വരുന്നത് കുറച്ചൊരു സ്റ്റിഫ്നെസ് കാണും സ്റ്റാർച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇതാണ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ സാരിയിലും മുകൾ ഭാഗത്ത് നല്ലൊരു ക്രോസ് പാറ്റേണിലുള്ള വർക്കാണ് വരുന്നത് ഒരു 1 ഇഞ്ചിലുള്ള ബോർഡറാണ് ത്രെഡ് എംബ്രോയിഡറിയിലാണ് മുകൾ ബോർഡർ വരുന്നത് അതിനുശേഷം പേസ്ലി ഡിസൈൻസിലാണ് സാരിയുടെ ബോഡി വരുന്നത് എൻ്റെ ഒരു സാരിയിലും ഒരു പേസ്ലി പാറ്റേൺസ് വരുന്നുണ്ട് ത്രെഡ് വർക്കിലായിട്ട് ലോ ബോർഡർ വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡറാണ് ഇങ്ങനെയാണ് വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് വർക്കിൻ്റെ ബാക്ക് സൈഡാണ്
ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ, പ്രിൻ്റ് അല്ല, ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിലാണ് വർക്ക് വരുന്നത്. നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ ലോ പോർഷൻ ഇങ്ങനെ വരും. മുന്താണി വരുന്നതും ഫുൾ വർക്കിൽ തന്നെയാണ് വരുന്നത്. ഇതിനും പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് അടുത്ത സാരിയും വരുന്നത്. ഇതിന് മുൻപ് കാണിച്ച ബ്ലാക്ക് സാരിയുടെ കളർ ചേഞ്ചാണ് വരുന്നത്. വർക്ക് സെയിം തന്നെയാണ്, ത്രെഡ് വർക്ക് സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ബോർഡർ വരുന്നത് ഒരു ക്രോസ് പാറ്റേണിൽ വരുന്ന ത്രെഡ് വർക്കിലാണ്. ഒരു ബെയ്ജാണ്, ഒരു റെഡിഷ് മെറൂൺ വിത്ത് ബെയ്ജാണ് സാരിയുടെ കോമ്പിനേഷൻ. ഫുൾ സാരി ത്രെഡ് വുവൻ പാറ്റേണിലാണ് വരുന്നത്. സാരിയിൽ ബോഡി ഇങ്ങനെ വരും, ലോ പാർട്ട് വരുന്നത് ഇങ്ങനെയാണ്, ഒരു പേസ്ലി ഡിസൈൻസിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. അത് കൂടാതെ അപ്പോൾ ബോട്ടറിൻ്റെ സെയിം ബോർഡറും വരുന്നുണ്ട് ലോവറിൽ, ഇങ്ങനെയാണ് വരും. മുന്താണി റണ്ണിങ് പല്ലു, ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്നതും പ്ലെയിൻ മെറൂൺ വന്നിട്ട് അതിന് സ്ലീവിൻ്റെ ബോർഡർ വരുന്നുണ്ട്. ബ്ലാക്ക് വിത്ത് റെഡ് ആണ് നെക്സ്റ്റ് സാരിയുടെ വീണ്ടും കോമ്പിനേഷൻ വരുന്നത്. ഫാബ്രിക് പ്യുവർ കോട്ടൺ ആണ്. ഇതിലും ത്രെഡ് വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഡബിൾ സൈഡിലും ബോർഡർ വരുന്നുണ്ട്, ഒരു റെഡ് കോമ്പിനേഷനിലുള്ള ത്രെഡ് വർക്കിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഇത് ഈ സാരിയുടെ വർക്ക് ഇങ്ങനെ ഒരു ഗോപി പാറ്റേണിലുള്ള ത്രെഡ് വുവൻ പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. എൻ്റയർ ബോഡി സെയിം പാറ്റേണിൽ വന്നിട്ട് ലോവർ വരുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ് വർക്ക് വരുന്നത്. ഇതാണ് ലോവർ ഏരിയയിൽ വർക്ക് വരുന്നത് സാരിയുടെ, ഇങ്ങനെ വരും. മുന്താണി റണ്ണിങ് പല്ലു തന്നെയാണ്, ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. സ്ലീവിൽ സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് ബ്ലൗസിന്. അടുത്ത സാരി വരുന്നതും റെഡിഷ് മെറൂൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ബേജ് ആണ് ത്രെഡ് വർക്കിൻ്റെ കളർ വരുന്നത്. ഇതിന് മുൻപ് കാണിച്ച ബ്ലാക്കിൻ്റെ സെയിം തന്നെയാണ് ഈ സാരി, ആ സെയിം വർക്ക് തന്നെയാണ്. ഗോപി പാറ്റേണിലാണ് മെറൂൺ വിത്ത് ബേജ്, അതാണ് ഫുൾ കോമ്പിനേഷൻ വരുന്നത്. ഇതാണ് അപ്പർ പോർഷൻ ഇങ്ങനെ വരും. ലോവർ പാർട്ട് ഇതാണ്, നല്ല ഹെവി റിച്ച് ആയിട്ടാണ് ലോവർ ഏരിയ വരുന്നത്. കൂടാതെ രണ്ട് സൈഡിലും സെയിം പാറ്റേണിൽ തന്നെയാണ് ബോർഡർ വരുന്നത്. റണ്ണിങ് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. പ്ലെയിൻ മെറൂൺ വന്നിട്ട് സിമ്പിൾ ബോർഡർ വരുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. വീണ്ടും ബ്ലാക്ക് വിത്ത് റെഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഫാബ്രിക് വരുന്നത് പ്യുവർ കോട്ടൺ ആണ്. ഈ സാരിയിലും ത്രെഡ് വുവൻ പാറ്റേണിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിലൊരു സർക്കുലർ മോട്ടീവ്സ്, ഒരു ഡോട്ട് പാറ്റേണിലുള്ള സർക്കുലർ മോട്ടീവ്സ് വന്നിട്ട് അതിൽ ഫ്ലോറൽ ഡിസൈനിലാണ് സാരിയിൽ ത്രെഡ് വർക്ക് വരുന്നത്. ഇതാണ് അപ്പോൾ പോർഷൻ വരുന്നത്. കൂടാതെ ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്, ഇങ്ങനെ വരും. ലോവർ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരിക ത്രെഡ് വർക്ക്. രണ്ട് സൈഡിലും സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. ഈ ബോർഡർ ആയിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിലും വരുന്നത് കേട്ടോ, എല്ലാ സാരീസിനും ഇങ്ങനെ വരും. മുന്താണി വരുന്നത് റണ്ണിങ് തന്നെയാണ്. ഇതാണ് മുന്താണി വരുന്നത്. പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ബോർഡറാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. റെഡിഷ് മെറൂൺ വിത്ത് ബേജ് ആണ് അടുത്ത കോട്ടൺ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഇതിന് മുൻപ് കാണിച്ച ബ്ലാക്കിൻ്റെ ഡിസൈനാണ് സാരിയുടെ പാറ്റേൺ വരുന്നത്. കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിനും അപ്പർ ബോർഡർ വരുന്നത് ഒരു ക്രോസ് പാറ്റേണിലാണ് രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. കൂടാതെ ഒരു സർക്കുലർ മോട്ടീവ്സും വരുന്നുണ്ട്. പീസ്ലി ഡിസൈൻസിലുള്ള ത്രെഡ് വുവൻ പാറ്റേൺസും വരുന്നുണ്ട്. ഇങ്ങനെ സാരിയുടെ ബോഡി ഇങ്ങനെ വരും. ലോവർ ഏരിയ വരുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ത്രെഡ് വർക്കിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതാണ് വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. റണ്ണിങ് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. പ്ലെയിൻ റെഡിഷ് മെറൂണിൽ വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. അടുത്ത സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് വിത്ത് റെഡ് ആണ്. ഇതിൽ ത്രെഡ് വർക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പാറ്റേൺ എല്ലാം സെയിം, കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്, ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് വർക്ക് വരുന്നത്. സാരിയിൽ ഇങ്ങനെ വരും വർക്ക്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിരിക്കും. ഇങ്ങോട്ട് നെക്സ്റ്റ് സാരി വരുന്നത് വർക്ക് സെയിം ആയിരിക്കും. അതിൻ്റെ കളർ വരുന്നത് റെഡിഷ് മെറൂൺ ആയിരിക്കും. ഇങ്ങനെ വരും. ലോവർ ഏരിയയും അപ്പുറം എല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ സാരിയിൽ വർക്ക് വരുന്നത്. ഇങ്ങനെ വരും. റണ്ണിങ് പല്ലു ആണ്. ഇതാണ് മുന്താണി. പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. റെഡിഷ് മെറൂൺ വിത്ത് ബേജ് ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ബ്ലാക്ക് സാരിയുടെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. വർക്ക് സെയിം തന്നെയാണ്. ഫ്ലോറൽ പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ഇങ്ങനെ വരും സാരിയുടെ ബോഡി, ഇങ്ങനെ വരും. ഫുൾ സാരി ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് ഫ്ലോറൽ പാറ്റേണിലാണ് ഫുൾ സാരിയുടെ ബോഡി വരുന്നത്. റണ്ണിങ് മുന്താണി, ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. പ്ലെയിൻ മെറൂൺ വിത്ത് ബോർഡറാണ് ബ്ലൗസ് മെറ്റീരിയൽ. വൈറ്റ് കളറിലാണ് നെക്സ്റ്റ് കോട്ടൺ സാരി വരുന്നത്. ഇതിലും കലംകാരി പ്രിൻറ്റഡ് പാറ്റേണിലുള്ള ഒരു ആപ്ലിക് വർക്കാണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ അങ്ങനെ വരും. ഒരു സ്ക്വയർ പാറ്റേണിലുള്ള കലംകാരി പ്രിൻറ്റഡ് ആപ്ലിക് വർക്കും അതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് പാറ്റേൺ ആണ് ആപ്ലിക് വർക്കിന്.
ഔട്ടർ ലൈനായിട്ട് വരുന്നത്. ഇങ്ങനെ വരും സാരിയുടെ ബോഡി ഇങ്ങനെ വരും. കൂടാതെ സെയിം കലംകാരി ഡിസൈനിലുള്ള ഒരു ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഇങ്ങനെ വരും ബോർഡർ. ഈ പാറ്റേണിൽ തന്നെയുള്ള കലംകാരി പ്രിൻ്റ് ഡിസൈനിലാണ് സാരിക്ക് ബ്ലൗസ് വരുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ വരും. നെക്സ്റ്റ് സാരി വരുന്നത് ഫാബ്രിക് വരുന്നത് ലിനൻ കോട്ടൺ ആണ്. ലിനനും കോട്ടനും ബ്ലെൻഡഡ് ആയിരിക്കും സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. പ്യുവർ ലിനൻ അല്ല, ബ്ലെൻഡഡ് മെറ്റീരിയലായിരിക്കും സാരി വരുന്നത്. ഇതിലൊരു സിൽവർ ബോർഡറാണ്, രണ്ട് സൈഡിലും സിൽവർ ബോർഡറാണ് സാരിക്ക് വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി വൈറ്റിലൊരു റാണി പിങ്ക് വിത്ത് ഗ്രീൻ കോമ്പിനേഷനുള്ളൊരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ഇങ്ങനെ വരും. എൻ്റെ ഒരു സാരിയിലും ഇത് സ്മോൾ ത്രെഡ് വർക്കാണ് വരുന്നത്, എംബ്രോയിഡറി വർക്കാണ് സാരിയിൽ. ഇങ്ങനെ വരും. വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത് റാണി പിങ്ക് വിത്ത് ഗ്രീൻ ആണ് കേട്ടോ. ഗ്രീൻ ലീഫും ഫ്ലവറിൻ്റെ കളർ വരുന്നത് റാണി പിങ്ക് ആണ്. ഫുൾ സാരിയും ഇങ്ങനെ വരും. പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ലോവറിലായിരിക്കും വർക്ക് വരും, അപ്പോൾ പോർഷൻ പ്ലെയിൻ ആയിരിക്കും. ഇതാണ് മുന്താണി വരുന്നത്. സിൽവർ സ്ട്രൈപ്പ് പാറ്റേൺസിലാണ്, സിൽവർ ലൈൻസ് ആണ് മുന്താണിയിൽ വരുന്നത്. ഓഫ് വൈറ്റ് ടാസിൽസ് ആണ് എൻഡിൽ വരുന്നത്. സെയിം മുന്താണിയിലുള്ള സിൽവർ സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയാണ് ബ്ലൗസ് മെറ്റീരിയലും വരുന്നത്. വൈറ്റ് വിത്ത് സിൽവർ ആണ് ബ്ലൗസിൻ്റെ കോമ്പിനേഷൻ. അടുത്ത സാരി വരുന്നതും ലിനൻ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ബേസ് കളർ വരുന്നത് വൈറ്റ് ആണ്. അതിൽ ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു ത്രെഡ് വുവൻ പാറ്റേൺസ് ആണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ഓരോ ബ്ലാക്ക് വർക്കിൻ്റെ മിഡിലിൽ ഒരു ഫോയിൽ മിറർ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരും. സിൽവർ ബോർഡറാണ് രണ്ട് സൈഡിൽ വരുന്ന സാരിക്ക്. 1.5 ഇഞ്ചിൻ്റെ ബോർഡറാണ് വരുന്നത് സാരിക്ക്. ബോഡി ഇങ്ങനെ വരും സാരിയുടെ. ഇങ്ങനെ വരും. മുന്താണി വരുന്നത് സിൽവറിലുള്ള ലൈൻസാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് മുന്താണി വരുന്നത്. വൈറ്റ് ടാസിൽസ് ആണ് എൻഡിൽ വരുന്നത്. വൈറ്റ് വിത്ത് സിൽവർ സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെ സാരിക്ക് ബ്ലൗസ്. ഓഫ് വൈറ്റ് ലിനൻ കോട്ടൺ സാരിയിൽ ഗ്രേ ആണ് ത്രെഡ് വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഇതിലും സിൽവർ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. ഒരു 1.5 ഇഞ്ചിൻ്റെ ബോർഡറാണ്. സിൽവർ ടിഷ്യൂവിലാണ് ബോർഡർ വരുന്നത്. നല്ലൊരു ഗ്രേ ആണ്. ഗ്രേ വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിൽ നമ്മൾ മുന്താനിയുടെ ഏരിയ ഒരു 2 മീറ്റേഴ്സ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കിലാണ് വരുന്നത് സാരീസ്. ഇങ്ങനെ വരും. ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ഗ്രേ ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. പല്ലുവിൻ്റെ ഏരിയ ഇങ്ങനെ വരും. സിൽവർ ലൈൻസ് ആണ് മുന്താനിയുടെ എൻഡിൽ വരുന്നത്. ഇങ്ങനെ വരും. നമ്മൾ പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വർക്ക് വരിക. മുകൾ ഭാഗത്ത് സ്കാറ്റർ ചെയ്തായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ലോവറിൽ വരുമ്പോൾ ബോർഡറായിട്ട് തന്നെ വരുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ് സാരിക്ക്. സിൽവർ ലൈൻസിലാണ്, സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത സാരി വരുന്നതും ലിനൻ കോട്ടൺ തന്നെയാണ്. കളർ കോമ്പിനേഷനും സെയിം തന്നെയാണ്. വൈറ്റിൽ ഗ്രേ ത്രെഡ് വർക്കാണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. വർക്കിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഈ സാരിയിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഫ്ലോറൽ ജാൽ പാറ്റേണിൽ തന്നെ ത്രെഡ് വർക്ക് വരുന്നത്. ഡിസൈനിൽ വ്യത്യാസമുള്ളൂ. ഇങ്ങനെ വരും. സിൽവർ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. ഇങ്ങനെ വരും. പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പം ഇങ്ങനെയായിരിക്കും വർക്ക് വരുന്നത് കേട്ടോ. ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ലോവർ പാർട്ടിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. മുന്താണി വരുന്നതും സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയാണ്. സിൽവർ വിത്ത് വൈറ്റ് സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത സാരി വരുന്നതും വൈറ്റ് വിത്ത് ഗ്രേ തന്നെയാണ്. ത്രെഡ് വർക്കിലാണ് വ്യത്യാസമുള്ളത്. സിൽവർ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. ഈ സാരിയിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ത്രെഡ് വുവൻ പാറ്റേൺ പ്രിൻ്റ് ഇല്ലാട്ടോ. എല്ലാ സാരീസിലും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് സാരിയിൽ. ഇങ്ങനെ വരിക. പല്ലുവിൻ്റെ പോർഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വർക്ക് വരുന്നത്. സിൽവർ സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് മുന്താനിയുടെ എൻഡ് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട്. സിൽവർ സ്ട്രൈപ്പിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ വരും. വൈറ്റ് ലിനൻ കോട്ടൺ കളക്ഷനിൽ ഗ്രേ വിത്ത് വൈറ്റ് തന്നെയാണ് ഈ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ത്രെഡ് വർക്ക് വരുന്നത് ഈ സാരിയിൽ ഇങ്ങനെയാണ് കേട്ടോ. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. വർക്കിൻ്റെ ഫുൾ ത്രെഡ് വർക്കാണ്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്കാണ് സാരിയിൽ വരുന്നത്. പ്രിൻ്റ് അല്ല. സിൽവർ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. ഇതാണ് ത്രെഡ് വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഒരു 1.5 ഇഞ്ചിൻ്റെ ബോർഡറാണ് രണ്ട് സൈഡിലും വരുന്ന സാരിക്ക്. പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും സാരിയിൽ വർക്ക് വരുന്നത്. ലോവറിലായിരിക്കും ഹെവി വർക്ക് വരുന്നത്. ബോഡിയിൽ സ്കാറ്റർ ചെയ്തായിരിക്കും വർക്ക് വരുന്നത്. സിൽവർ സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് മുന്താണി. ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ട് കുറച്ചൊരു പോർഷൻ മാത്രമേ സിൽവർ ലൈൻസ് വരുന്നുള്ളൂ. ഈ സാരീസിനെല്ലാം തന്നെ
സെയിം പാറ്റേണിൽ തന്നെയുള്ള സിൽവർ ലൈൻസിലാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. വൈറ്റ് വിത്ത് ഗ്രേ ലിനൻ കോട്ടൺ കളക്ഷനിൽ നെക്സ്റ്റ് സാരിയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ത്രെഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് സാരിയുടെ ത്രെഡ് വൂപ്പൺ പാറ്റേണിൽ ഡിസൈൻ ഇങ്ങനെ വരും. ഒരു അബ്സ്ട്രാക്ട് പ്രിൻറ്റിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് വരിക വർക്ക്. സിൽവർ ബോർഡറാണ് രണ്ട് സൈഡിലും വരുന്നത്. 1.5 ഇഞ്ചിൻ്റെ സിൽവർ ബോർഡർ വന്നിട്ട് സിൽവർ സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെയാണ് മുന്താണി വരുന്നത്. സിൽവർ സ്ട്രൈപ്പിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത് സാരിക്ക്. ഈ സാരിയിൽ പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ വർക്ക്. ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് വരുന്നത് പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ. നെക്സ്റ്റ് സാരിയിൽ കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ഗ്രേ വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഈ സാരിയിൽ ത്രെഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഫ്ലോറൽ ജാൽ പാറ്റേണിൽ തന്നെയാണ് ത്രെഡ് വർക്ക് വരുന്നത്. വൈറ്റിൽ ഗ്രേ ആണ് എംബ്രോയ്ഡറി വർക്കിൻ്റെ കോമ്പിനേഷൻ. സിൽവർ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. മുന്താണി ഇങ്ങനെ വരും. സിൽവർ ലൈൻസ് ആണ്. സെയിം പാറ്റേണിൽ തന്നെയുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. ഇന്നത്തെ കോട്ടൺ കളക്ഷൻസിൽ ലാസ്റ്റ് സാരിയാണ് ഇനി വരുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് ആണ്. വൈറ്റിൽ സിൽവർ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. ഇതിൽ നല്ലൊരു പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഒരു പേൾ വർക്ക് പോലെ ഇരിക്കും നമുക്ക് കാണുമ്പോൾ, പക്ഷേ പേൾ വർക്ക് അല്ല, ഇത് ത്രെഡ് ഒരു എംബോസ്ഡ് വർക്കാണ് സാരിയിൽ വരുന്നത്. ഇങ്ങനെ വരും വർക്ക്. എംബോസ്ഡ് ത്രെഡ് വർക്ക് ഒരു ഡോട്ട് ഒരു പാറ്റേണിലാണ്. അപ്പോൾ ഒരു പേൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇത് കാണുമ്പോൾ. ഫുൾ സാരിയും ഇങ്ങനെ വരുന്നുണ്ട്. മുന്താണി ഇങ്ങനെ വരും. ഇതാണ് സാരിയുടെ പല്ലൂല് വർക്ക് വരുന്നത്. വൈറ്റ് ടാസിൽസ് ആണ് എൻഡിൽ വരുന്നത്. ഇങ്ങനെ വരും മുന്താണി. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ്. പ്ലെയിൻ ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. ബ്ലൗസിൽ വർക്കൊന്നും വരുന്നില്ല. സിമ്പിൾ പ്ലെയിൻ ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്.